ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നത് കേതൻ സിയ കേസിനെ കുറിച്ചാണ്. ഓരോ ദിവസവും ഈ കേസിൻ്റെ പുതിയ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഇതുവരെയുള്ള ഈ കേസിൻ്റെ വിശദമായ വിവരങ്ങൾ. വെൽക്കം ബാക്ക് ടു റിവൈൻ മലയാളം. മഹാരാഷ്ട്രയിലെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്മാൻ്റെ മകനാണ് കേതൻ അഗർവാൾ. വയസ്സ് 26. മകന് വിവാഹപ്രായമായതുകൊണ്ട് തന്നെ ആ ഒരു കുടുംബം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേതന് അനുയോജ്യമായ വധുവിനെ കണ്ടെത്താനുള്ള തിരക്കിലായിരുന്നു. അങ്ങനെയാണ് പൂനെയിലെ ഡ്രൈ ഫ്രൂട്ട്സ് കച്ചവടം നടത്തുന്ന ഒരു കുടുംബത്തിലെ സിയ ഗോയൽ എന്ന 20 വയസ്സുകാരിയെ കണ്ടെത്തുന്നതും 2026 ഫെബ്രുവരിയിൽ കേതൻ അഗർവാളും സിയ ഗോയലും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടത്തുന്നതും. വിവാഹ നിശ്ചയം കഴിയുന്നതോടെ ഇരുവരും ഡേറ്റിംഗ് ആരംഭിക്കുകയാണ്. ട്രിപ്പ് പോകുന്നു. ഇരുവരും വളരെ ഹാപ്പിയാണെന്ന തരത്തിലുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയകൾ വഴി അപ്ലോഡ് ചെയ്യുകയാണ്. ഇതിനിടയിൽ അഗർവാളിൻ്റെ കുടുംബവും ഗോയൽ കുടുംബവും ചേർന്ന് മക്കളുടെ വിവാഹം വളരെ ഗ്രാൻഡായി നടത്താനുള്ള ചർച്ചകൾ ആരംഭിക്കുകയാണ്. അതിനായി രാജസ്ഥാനിലെ ജയ്പൂരിലുള്ള ഒരു കൊട്ടാരം വാടകയ്ക്കെടുക്കാമെന്നും ബന്ധുക്കളെയും കല്യാണത്തിനെത്തുന്ന VIP-കളെയും ജയ്പൂർ പാലസിൽ എത്തിക്കാൻ പ്രൈവറ്റ് ജെറ്റുകൾ അറേഞ്ച് ചെയ്യണമെന്നുള്ള ചർച്ചകൾ നടക്കുന്നു. അതിനായി ഏകദേശം 17 കോടി രൂപ ചിലവാകുമെന്നും അവർ കണക്ക് കൂട്ടുകയാണ്. ഒരു വശത്ത് കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുമ്പോൾ മറുവശത്ത് സിയയും കേതനും അവരുടെ വിവാഹത്തിനു മുമ്പുള്ള ദിവസങ്ങൾ കളർഫുൾ ആക്കുകയാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം സിയ കേതനോട് പറയുകയാണ്, നിങ്ങൾ ഒരുപാട് ട്രക്കിംഗ് നടത്തുന്ന ആളല്ലേ, നമുക്ക് രണ്ടുപേർക്കും കൂടി ലോഹാഗഡ് ഫോർട്ടിൽ ട്രക്കിംഗ് നടത്തിയാലോ എന്ന് ചോദിക്കുമ്പോൾ ഭാവി ഭാര്യയുടെ കൂടെ ട്രക്കിംഗ് അത് ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുമെന്ന് മനസ്സിലാക്കുന്ന കേതൻ അതിന് ഓക്കെ പറയുകയാണ്. അങ്ങനെ കേതനും സിയയും 2026 മെയ് 31 ആദ്യമായി ലോഹാഗഡ് കോട്ടയിലെത്തുകയാണ്. ട്രക്കിംഗ് നടത്തുകയാണ്. ഇരുവരും ധാരാളം ഫോട്ടോകൾ എടുത്ത ശേഷം തിരിച്ച് വീട്ടിലെത്തുകയാണ്. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ പ്രീ വെഡ്ഡിംഗ് ഷൂട്ടിംഗ് ബാലിയിൽ നടത്താമെന്ന് 2 കുടുംബക്കാരും തീരുമാനമെടുക്കുകയും അതിനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയുമാണ്. ജൂൺ 6 ആകുമ്പോൾ കേതൻ അഗർവാളും സിയയും സിയയുടെ ബ്രദറും ഫോട്ടോഗ്രാഫറും ബാലിയിലേക്ക് പോകാനായി പൂനെ എയർപോർട്ടിലേക്ക് പോകുന്നതിനിടയിൽ സിയയുടെ നിർബന്ധപ്രകാരം ഒരു കോഫി ഷോപ്പിൽ കയറി 4 പേരും കോഫി കുടിക്കുന്നു. ഇതിനിടയിൽ തൻ്റെ ഫോൺ കാറിൽ മറന്നു വെച്ചെന്ന് പറഞ്ഞ് സിയ കാറിൽ വന്ന് ഫോൺ എടുത്ത് വീണ്ടും കോഫി ഷോപ്പിൽ എത്തുകയാണ്. ഒടുവിൽ എയർപോർട്ടിലെത്തുന്ന 4 പേരും അവരവരുടെ പാസ്പോർട്ടും ഡോക്യുമെൻറ്റ്സും ബാഗിൽ നിന്ന് എടുക്കുകയാണ്. പക്ഷേ കേതൻ അഗർവാളിൻ്റെ പാസ്പോർട്ട് മാത്രം മിസ്സിംഗ് ആയിരുന്നു. ചിലപ്പോൾ വീട്ടിൽ മറന്നു വെച്ചിട്ടുണ്ടാകുമെന്ന് ചിന്തിച്ച് കേതൻ തൻ്റെ അമ്മയെ വിളിക്കുമ്പോൾ അമ്മ പറഞ്ഞ മറുപടി ഇതായിരുന്നു, പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും ഞാൻ കൃത്യമായി ബാഗിൽ വെച്ചിരുന്നു എന്നതായിരുന്നു. കാര്യം എന്തൊക്കെയാണെങ്കിലും ബാലിയിലേക്കുള്ള ചേതൻ്റെയും സിയയുടെയും ആ ഒരു യാത്ര ക്യാൻസൽ ആവുകയാണ്. ബാലിയിലേക്കുള്ള യാത്ര ക്യാൻസലായ സങ്കടത്തിൽ ഇരിക്കുന്ന കേതനോട് ഒരു ദിവസം സിയ പറയുകയാണ്, എന്തിനാണ് ഇത്രയും പൈസ മുടക്കി പ്രീ വെഡ്ഡിംഗ് ഷൂട്ടിങ്ങിന് ദൂരത്തേക്ക് പോകുന്നത്, നമ്മൾ ആദ്യമായി ട്രക്കിംഗ് പോയാൽ ലോഹാഗഡിൽ തന്നെ നടത്തിയാൽ പോരെ എന്ന് പറയുമ്പോൾ അത് നല്ലൊരു ആശയമാണെന്ന് തോന്നിയ കേതൻ അഗർവാളും സിയയും ജൂൺ 14 വീണ്ടും ലോഹാഗഡ് കോട്ടയിലെത്തുകയും മല കയറുകയുമാണ്. അതിനിടയിൽ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സിയ അലറി വിളിച്ചുകൊണ്ട് കേതനെ കൊക്കയിലേക്ക് തള്ളിയിടുകയും ഭാഗ്യവശാൽ അവിടെയുണ്ടായിരുന്ന ചെടികളിൽ പിടിച്ച് കേതൻ മുകളിലേക്ക് കയറി വരികയും എന്തിനാണ് എന്നെ തള്ളിയിട്ടതെന്ന് സിയയോട് കേതൻ ചോദിക്കുമ്പോൾ ഞാനൊരു പാമ്പിനെ കണ്ടു, പാമ്പിനെ കണ്ട വെപ്രാളത്തിൽ അറിയാതെ നിങ്ങളെ തള്ളി മാറ്റിയതാണെന്ന് പറഞ്ഞ് കേതനോട് സോറി പറയുകയാണ് സിയ. ഈ ഒരു കാര്യം കേതൻ വീട്ടിലെത്തി അച്ഛനോടും അമ്മയോടും ചേച്ചിയോടും പറയുമ്പോൾ ഇനി ലോഹാഗഡ് ഫോർട്ടിലേക്ക് പോകരുതെന്ന് താക്കീതാണ് അവർ കേതന് നൽകിയത്. ദിവസങ്ങൾ കഴിയുന്നു. ജൂൺ 17 ആകുമ്പോൾ സിയ കേതനോട് പറയുകയാണ്, ജൂൺ 19 എൻ്റെ ബർത്ത്ഡേ ആണ്, അതിനു മുമ്പ് എന്നെ ഒരു പ്രാവശ്യം കൂടി ലോഹാഗഡ് കോട്ടയിൽ കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ എന്തിനാണ് നീ ഇടയ്ക്കിടയ്ക്ക് ആ ഫോർട്ടിലേക്ക് തന്നെ പോകണമെന്ന് വാശി പിടിക്കുന്നത് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യമായി ട്രക്കിംഗ് പോയ സ്ഥലമായതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു സ്ഥലം വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്നതായിരുന്നു സിയയുടെ മറുപടി. അങ്ങനെ ജൂൺ 18 കേതൻ അഗർവാളും സിയയും രാവിലെ 8:30 ലോഹാഗഡ് കോട്ടയിലെത്തി കോട്ട കയറാൻ ആരംഭിക്കുകയാണ്. രാവിലെ 10:30 ആകുമ്പോൾ ഒരു ലേഡിയുടെ നിലവിളി ശബ്ദം ആ കോട്ടയിൽ കേൾക്കുന്നു. ആ നിലവിളി ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവിടുത്തെ ജീവനക്കാരും സെക്യൂരിറ്റിയും ഓടിയെത്തുമ്പോൾ സിയ അവിടെ നിന്ന് പൊട്ടിക്കരയുകയും എൻ്റെ ഫിയാൻസ് കേതൻ കൊക്കയിലേക്ക് വീണെന്ന് നിലവിളിക്കുകയുമാണ്. ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ സംഭവ സ്ഥലത്ത് പോലീസിൽ തിരച്ചിൽ നടത്താനുള്ള ടീമും എത്തുകയും 400 അടി താഴേക്കിറങ്ങി തിരച്ചിൽ നടത്തുകയും കേതൻ അഗർവാളിൻ്റെ മൃതശരീരം കണ്ടെത്തുകയും പോസ്റ്റ്മോർട്ടം നടത്തി അന്ന് രാത്രി തന്നെ കേതൻ അഗർവാളിൻ്റെ സംസ്കാരം നടത്തുകയുമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആന്തരികാവയവങ്ങളിലും തലയിലും ശക്തമായ പരിക്കുകൾ ഉണ്ടെന്ന് കണ്ടെത്തുകയാണ്. സംസ്കാരം കഴിഞ്ഞ് 4 ദിവസമാകുമ്പോൾ സിയയും അവരുടെ കുടുംബാംഗങ്ങളും കേതൻ്റെ വീട്ടിലെത്തി കേതൻ്റെ അച്ഛനെയും അമ്മയെയും ആശ്വസിപ്പിക്കുമ്പോൾ കേതൻ്റെ ചേച്ചി സിയയോട് എന്താണെന്ന് സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നതിനിടയിൽ ശക്തമായി കാറ്റടിക്കുകയും കേതൻ്റെ കാൽ തെറ്റി കൊക്കയിലേക്ക് വീണു എന്ന് പറയുകയാണ് സിയ.
പക്ഷേ കേതൻ്റെ വീട്ടുകാർക്കും പ്രത്യേകിച്ച് കേതൻ്റെ ചേച്ചിക്ക് സിയ പറഞ്ഞതിൽ എന്തൊക്കെയോ പൊരുത്തക്കേട് തോന്നുകയാണ്. കാരണം കേതൻ്റെ ചെറുപ്പം മുതലുള്ള ഹോബി എന്ന് പറയുന്നത് തന്നെ വലിയ മലകൾ കയറുക എന്നതായിരുന്നു. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെ കാറ്റടിച്ച് കാല് തെറ്റി വീഴുമെന്ന സംശയവും ഒരേ സ്പോട്ടിലേക്ക് എന്തിനാണ് സിയ 3 പ്രാവശ്യം കേതനെ കൊണ്ടുപോയതെന്ന തരത്തിലുള്ള സംശയങ്ങളും ഉയരുകയും കുടുംബാംഗങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുകയുമാണ്. പോലീസ് സിയയെയും സിയയുടെ കുടുംബാംഗങ്ങളെയും ചോദ്യം ചെയ്യുകയാണ്. കുടുംബാംഗങ്ങളുടെ മൊഴിയിൽ അഗർവാൾ കുടുംബവും തങ്ങളും ബിസിനസ് പരമായി വളരെ കാലമായി സുഹൃത്തുക്കൾ ആയിരുന്നുവെന്നും ആ ഒരു ബന്ധത്തിലാണ് സിയയുടെയും കേതൻ്റെയും വിവാഹം ഉറപ്പിച്ചതെന്ന് പറയുകയാണ്. പിന്നീട് പോലീസുകാർ സിയയോട് എന്തിനാണ് ഒരേ സ്ഥലത്തേക്ക് പലതവണ ട്രിപ്പ് പോയതെന്ന് ചോദിക്കുമ്പോൾ പല കാരണങ്ങളും സിയ നിരത്തുകയാണ്. സിയയുടെ പെരുമാറ്റവും അവൾ പറഞ്ഞ ഉത്തരങ്ങളിലെ പൊരുത്തക്കേടും മനസ്സിലാക്കുന്ന പോലീസ് സിയയുടെ മൊബൈൽ ഫോൺ സൈബർ സെല്ലിലേക്ക് കൈമാറുകയും ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും പുറത്താവുകയുമാണ്. അതായത് സിയയുടെ ഗാലറി എംപ്റ്റി ആയിരുന്നു, കോൾ ലോഗുകൾ ഡിലീറ്റ് ആയിരുന്നു. സൈബർ സെല്ലിൻ്റെ കണ്ടെത്തലിൽ ഒരു ഫോൺ നമ്പറിലേക്ക് മാത്രം കഴിഞ്ഞ 6 മാസമായി സിയ 2000-ഓളം കോളുകൾ വിളിച്ചിരുന്നു. പല മണിക്കൂറോളം സിയ സംസാരിച്ചതായും കണ്ടെത്തുന്നു. മാത്രമല്ല വിവാഹ നിശ്ചയം കഴിഞ്ഞും പല പ്രാവശ്യവും ഈ ഒരു നമ്പറിലേക്ക് കോൾ ചെയ്യപ്പെട്ടതായി കണ്ടെത്തുകയാണ് പോലീസ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചേതൻ ചൗധരി എന്ന 22-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. ചേതനെയും സിയയെയും ചോദ്യം ചെയ്ത പോലീസ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിടുന്നത്. കഴിഞ്ഞ 2 വർഷമായി ചേതൻ ചൗധരിയും സിയയും കൂട്ടുകാരായിരുന്നു. ചേട്ടൻ വഴിയാണ് ഇരുവരും പരിചയപ്പെടുന്നത്. ദിവസങ്ങൾ കഴിയുന്തോറും അവരുടെ ബന്ധം പ്രണയമായി മാറുകയും ഡേറ്റിംഗ് നടത്താൻ ആരംഭിക്കുകയുമാണ്. അതിന് ആധാരമായി പല ഫോട്ടോകളും പോലീസ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് കേതൻ അഗർവാളുമായുള്ള സിയയുടെ വിവാഹ നിശ്ചയം നടക്കുന്നതും വില്ലനായി ചേതൻ ചൗധരി തടസ്സം നിൽക്കുന്നതും. വിവാഹം ഉറപ്പിച്ച ശേഷവും ചേതനും സിയയും പലപ്പോഴും കണ്ടുമുട്ടുകയും ഈ വിവാഹത്തിന് തനിക്ക് താല്പര്യമില്ലെന്നും വീട്ടുകാരെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചത് എന്നും ചേതനോട് മനസ്സ് തുറക്കുകയാണ് സിയ. അതുമാത്രമല്ല കേതനെ എനിക്കിഷ്ടമല്ല എന്നും അയാൾ വിഗ് വെച്ച് നടക്കുന്നുണ്ടെന്നും സംസാരിക്കുമ്പോൾ അയാൾക്ക് ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടെന്നും ചേതനോട് പറയുകയും എന്തെങ്കിലും സൊല്യൂഷൻ പറഞ്ഞു തരണമെന്ന് ചേതനോട് അഭ്യർത്ഥിക്കുകയാണ് സിയ. ചേതൻ്റെയും സിയയുടെയും കുറേ ദിവസത്തെ പ്ലാൻ പ്രകാരമാണ് കേതൻ അഗർവാളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതായത് ചേതൻ്റെ നിർദ്ദേശപ്രകാരം കേതനെ ലോഹാഗഡ് ഫോർട്ടിലെത്തിച്ച് തള്ളിയിട്ട് കൊല്ലാമെന്നതായിരുന്നു സിയയുടെയും അവളുടെ കാമുകൻ ചേതൻ്റെയും പ്ലാൻ. അതിനായി മെയ് 31-ന് ലോഹാഗഡ് കോട്ടയിലെത്തുന്ന സിയ കേതനെ തള്ളിയിടാനുള്ള കറക്റ്റ് സ്പോട്ട് കണ്ടെത്തുകയാണ്. ജൂൺ 14 ആകുമ്പോൾ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ സിയയും ചേതൻ ചൗധരിയും തീരുമാനിക്കുകയാണ്. പക്ഷേ അതിനിടയിൽ തടസ്സമായി നിന്നത് കേതൻ്റെയും സിയയുടെയും ബാലിയിലേക്കുള്ള യാത്രയാണ്. പക്ഷേ അവിടെയും സിയ ചേതൻ്റെ നിർദ്ദേശപ്രകാരം ഒരു കുരുട്ടുബുദ്ധി പ്രയോഗിക്കുകയാണ്. അതായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എയർപോർട്ടിലേക്കുള്ള യാത്രയ്ക്കിടെ 4 പേരും കോഫി ഷോപ്പിൽ കയറുന്നു. അതിനിടയിൽ സിയ തൻ്റെ ഫോൺ കാറിൽ മറന്നുവെച്ചെന്ന് പറഞ്ഞ് വീണ്ടും കാറിലെത്തി കേതൻ്റെ പാസ്പോർട്ട് എടുത്ത് വലിച്ചു കീറിക്കളയുകയും ബാലി യാത്ര ക്യാൻസൽ ആവുകയുമാണ്. അങ്ങനെ സിയയുടെയും ചേതൻ്റെയും പ്ലാൻ പ്രകാരം ജൂൺ 14-ന് സിയയും കേതനും ലോഹാഗഡ് ഫോർട്ടിലെത്തുകയും സിയ കേതനെ തള്ളിയിടുകയും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു വന്ന കേതനെ വിശ്വസിപ്പിക്കാനായി പാമ്പിൻ്റെ കഥ കേതനോട് പറയുന്നതും. അപ്പോഴെങ്കിലും അതൊരു ട്രാപ്പാണെന്ന് കേതൻ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ചിലപ്പോൾ കേതൻ ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നിരിക്കാം. വീണ്ടും ജൂൺ 18-ന് പ്ലാൻ അനുസരിച്ച് സിയ കേതനെയും കൂട്ടി ആ കോട്ടയിലേക്ക് അതേ സ്പോട്ടിലെത്തുന്നു. പക്ഷേ ഇത്തവണ ഒരാളും കൂടി അവരുടെ കൂടെ ഉണ്ടായിരുന്നു, ചേതൻ ചൗധരി. അങ്ങനെ ചേതൻ ചൗധരി കേതൻ്റെ തലക്കടിക്കുകയും സിയയുടെ സഹായത്തോടെ കേതനെ കൊക്കയിലേക്ക് തള്ളിയിടുകയുമാണ്. ചേതൻ അവിടെ വന്നതിൻ്റെ CCTV ഫുട്ടേജസ് പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുമുണ്ട്. കേതൻ അഗർവാൾ സിയയെ അമിതമായി വിശ്വസിച്ചു. പകരം സിയ വിശ്വാസവഞ്ചന കാണിച്ചു. ആ പാവം ചെറുപ്പക്കാരൻ്റെ ജീവിതം ഇല്ലാതാക്കി. ഒന്നോർക്കുക, നിങ്ങൾ മറ്റുള്ളവരോട് വിശ്വാസവഞ്ചന കാണിക്കുമ്പോൾ ആ വിശ്വാസവഞ്ചന 10 മടങ്ങായി വർദ്ധിച്ച് നിങ്ങളോടും പലരും അതേ രീതിയിൽ വിശ്വാസവഞ്ചന കാണിച്ചേക്കാം. ഈ ഒരു കേസിൻ്റെ പുതിയ അപ്ഡേറ്റുമായി വീണ്ടും കണ്ടുമുട്ടാം. ടേക്ക് കെയർ, ബൈ.